ആ സഹാബാക്കളുടെ വഴിയെ അല്ലാതെ മറ്റാരുടെയെങ്കിലും വഴി ആരെങ്കിലും പിൻപറ്റിയാൽ, അവൻ ഏത് വഴിയെ പിൻപറ്റിയാലും ഞാൻ അവനെ കൈയൊഴിയും. ഞാൻ കൈയൊഴിഞ്ഞവൻ പോയി എത്തുന്നത് നരകത്തിലായിരിക്കും. വസാഅത്ത് മസീറ. അള്ളാഹ് എന്നെ നിങ്ങളെ കാത്തിരക്ഷിക്കുമാറാണ്. അതുകൊണ്ട് സഹോദരന്മാരെ, നമ്മളുടെ ചർച്ചയുടെ ഒന്നാമത്തെ വിഷയം അള്ളാഹുവിന്റെ ഏകത്വമാണ്, അള്ളാന്റെ കുദ്റത്താണ്, അള്ളാന്റെ ദാത്താണ്, അള്ളാന്റെ സിഫാത്താണ്. അള്ളാഹ് മാത്രം, അള്ളാഹ് മാത്രം, അള്ളാഹ് മാത്രം, അള്ളാഹ് മാത്രം, അള്ളാഹ് മാത്രം. ഇത് നമ്മളുടെ വിഷയമാണ്, ഒന്നാമത്തെ വിഷയമാണ്. രണ്ടാമത്തെ വിഷയം റസൂലുള്ളാഹ് മാത്രം, റസൂലുള്ളാഹ് മാത്രം, റസൂലുള്ളാഹ് മാത്രം, റസൂലുള്ളാഹ് മാത്രം, റസൂലുള്ളാഹ് മാത്രം. മഹാന്മാരായ ഉലമാക്കൾ പറയും, ഹൃദയത്തിൽ അല്ലാഹ് മാത്രം എന്ന് പറയും. ഹൃദയത്തിൽ തേട്ടം ആരോട് മാത്രം, ചോദ്യം ആരോട് മാത്രം, പ്രതീക്ഷ ആരോട് മാത്രം, അവലംബിക്കുന്നത് ആരെ മാത്രം, ഭരമേൽപ്പിക്കുന്നത് ആരെ മാത്രം, നഷ്ടവും ലാഭവും ആരുടെ കയ്യിൽ മാത്രം, അള്ളാഹുവിന്റെ കയ്യിൽ മാത്രം. അള്ളാഹ് മാത്രം ഹൃദയത്തിൽ, അള്ളാഹ് മാത്രം ഹൃദയത്തിൽ. ഇന്നി തവക്കൽതു അലല്ലാഹ്, തവക്കുൽ അല്ലാഹുവിൽ മാത്രം പ്രതീക്ഷ. റബ്ബുൽ മശ്രിഖ് വൽ മഗ്രിബ്, നബിയെ കിഴക്കിന്റെയും പടിഞ്ഞാറിന്റെയും റബ്ബ് പരിപാലകൻ അവൻ മാത്രം. ഫത്തഖിഹു, അതുകൊണ്ട് തങ്ങൾ അവനെ മാത്രം മുറുകെ പിടിക്കും. വക്കീല, ഭരമേൽപ്പിക്കാൻ പറ്റിയവനായി അവനെ മാത്രം അവലംബിച്ചു. വേറെ ആരെയും പിടിക്കണ്ട, വേറെ ആരിലും പ്രതീക്ഷ വെക്കണ്ട. അപ്പൊ മഹാന്മാരായ ഉലമാക്കൾ പറയും, ഹൃദയത്തിൽ അല്ലാഹ് മാത്രം. ഹൃദയത്തിൽ ആര് മാത്രം? അല്ലാഹ് മാത്രം. ജീവിതത്തിൽ ആര് മാത്രം? ഒന്ന് പറയും, ജീവിതത്തിൽ ആര് മാത്രം? റസൂലുള്ളാഹ് മാത്രം. കുറെ പ്രതീക്ഷ അള്ളാഹുവിലും, കുറെ പ്രതീക്ഷ എന്നിലും, കുറെ പ്രതീക്ഷ അള്ളാഹുവിലും, കുറെ പ്രതീക്ഷ പണത്തിലും, കുറെ പ്രതീക്ഷ എന്നിലും, കുറെ പ്രതീക്ഷ വസ്തുക്കളിലും, കുറെ പ്രതീക്ഷ അള്ളാഹുവിലും, കുറെ പ്രതീക്ഷ ദുനിയാവിയായ വസ്തുക്കളിലും, പണത്തിലും, പദവിയിലും, സ്ഥാനമാനങ്ങളിലും. ഇത് അള്ളാഹുവിന്റെ അടുത്ത് അംഗീകരിക്കപ്പെടുകയില്ല. ഇന്നല്ലാഹ ലാ യഗ്ഫിറു അൻ യുശ്റക ബിഹി, ഒരു കാരണവശാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ലേശം പങ്കു ചേർക്കൽ അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമല്ല. അല്ലാഹു തആലയ്ക്ക് ഇഷ്ടമല്ല. 99% അല്ലാഹയെ അവലംബിച്ചു, അല്ലാഹയിൽ പ്രതീക്ഷ വെച്ചു. 1% ഇന്ന് നമ്മൾ പറയുന്നത് പോലെ സഹോദരന്മാരെ, ഇന്ന് നമ്മളുടെ അവസ്ഥ എന്താണെന്നറിയാമോ? അല്ലാഹനെ കൊണ്ടും നടക്കും. ഇതാണ് നമ്മളുടെ ഈമാൻ. എന്താണ് ഈമാൻ? ആരെ കൊണ്ട് നടക്കും? ആര് പറഞ്ഞു അള്ളാഹിനെ കൊണ്ടൊന്നും നടക്കൂല? അള്ളാഹിനെ കൊണ്ടും നടക്കും. ഒരു നിബന്ധനയുണ്ട്, കുറച്ച് പൈസ വേണം. ഒരു നിബന്ധനയുണ്ട്, വേണം. അള്ളാഹ് ഉണ്ടെങ്കിൽ നടക്കാത്ത ഒന്നുമില്ല. അള്ളാഹ് വിചാരിച്ചാൽ നടക്കാത്ത ഒരു കാര്യവുമില്ല. കുറച്ച് പൈസ ഉണ്ടായാൽ മതി. കുറച്ച് പൈസയും കൂടി വേണം. തൗഹീദിന്റെ, റിസാലത്തിന്റെ, ആഖിറത്തിന്റെ ദഅവത്ത് മുഅ്മിനീങ്ങൾ ഉപേക്ഷിച്ചു. അപ്പൊ എന്തായെന്നറിയാമോ? മുഅ്മിനീങ്ങൾക്ക് അവകാശവാദമായി ഹൃദയത്തിൽ ദഅവത്ത് നിക്കൽ ഗയി, ദഅവ ഭർ ഗയാ. അള്ളാഹുവിലേക്കും അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ജീവിതത്തിലേക്കും പരലോകത്തിലേക്കുമുള്ള ക്ഷണം, അതിനെപ്പറ്റിയുള്ള ചർച്ച, അതിന്റെ ദഅവത്ത് മുഅ്മിനീങ്ങൾ ഒഴിവാക്കി. അപ്പൊ ഹൃദയത്തിൽ അഹങ്കാരം നിറഞ്ഞു. അഹങ്കാരം. ഇപ്പോ എനിക്കും നിങ്ങൾക്കും, നമുക്ക് ഓരോരുത്തർക്കും വിചാരം എന്താണെന്നറിയാമോ? എന്റെ അടുക്കൽ ആവശ്യത്തിൽ കൂടുതൽ ഈമാനുണ്ടെന്ന്. ആവശ്യത്തിൽ കൂടുതൽ എന്റെ അടുക്കലും നിങ്ങളെടുക്കൽ ഈമാനുണ്ടെന്ന്. അതുകൊണ്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്, ഈമാൻ ഉണ്ടെന്ന് പറഞ്ഞാൽ പോരാ, തെളിവ് തരും. തെളിവ് നിങ്ങളുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉണ്ടെങ്കിൽ, നിങ്ങളുടെ ഹൃദയത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് മാത്രമേ ഉള്ളൂ എങ്കിൽ അതിനൊരു തെളിവുണ്ടാവും നിങ്ങളുടെ ജീവിതത്തിൽ. നിങ്ങളുടെ ജീവിതത്തിൽ ഒന്ന് മാത്രമേ ഉണ്ടാവുള്ളൂ. എന്ത് മാത്രമേ ഉണ്ടാവുള്ളൂ? ഒന്ന് ശ്രദ്ധിച്ചു പറയും, മുഹമ്മദ് റസൂലുള്ളാഹ് മാത്രമേ ഉണ്ടാവുള്ളൂ. നമസ്കാരം ആരെ പോലെ? പറയുന്നില്ലല്ലോ. നമസ്കാരം ആരെ പോലെ? നോമ്പ് ആരെ പോലെ? സക്കാത്ത് ആരെ പോലെ? ഹജ്ജ് ആരെ പോലെ? സദഖ ആരെ പോലെ? തിലാവത്ത് ആരെ പോലെ? ദിക്ർ ആരെ പോലെ? ആരെ പോലെ? കല്യാണം ആരെ പോലെ? കച്ചവടം ആരെ പോലെ? കൃഷി ആരെ പോലെ? ഉദ്യോഗം ആരെ പോലെ? തൊഴിലാരെ പോലെ? ഇതിനെല്ലാത്തിനും കൂടി അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൂടെ ഒരു മാതൃക അള്ളാഹു സുബ്ഹാനഹു വ തആല നൽകി. എന്നിട്ട് പറഞ്ഞു, ലഖദ് കാന ലക്കും ഫീ റസൂലില്ലാഹി ഉസ്വത്തുൻ ഹസന. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിൽ നിങ്ങൾക്ക് സമ്പൂർണമായ, പരിപൂർണമായ നല്ല മാതൃകയുണ്ട്.
അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരേ സമയത്ത് രാജാവുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് പ്രജയുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് സമ്പന്നനുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് ദരിദ്രനുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് യാത്രക്കാരനുമാകാൻ പറ്റില്ല, ഒരു സമയത്ത് മുഖീമുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് പുരുഷനുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് സ്ത്രീയുമാകാൻ പറ്റില്ല, ഒരേ സമയത്ത് കച്ചവടക്കാരനും കൃഷിക്കാരനും ഉദ്യോഗസ്ഥനും തൊഴിലാളിയും ഈ പല കോലങ്ങൾ കൂടിക്കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ജീവിക്കാൻ സാധിക്കില്ല. അതുകൊണ്ട് ഒരു സമൂഹത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കൂട്ടത്തിൽ അറ്റാച്ച് ചെയ്തു, തങ്ങളുടെ കൂട്ടത്തിൽ ചേർത്തു. ആ സമൂഹത്തിന്റെ പേരാണ് എന്താണ് പേര്? സഹാബാക്കൾ. വസ്സാബിഖൂൻ, അല്ലാഹു തആല പറഞ്ഞു വസ്സാബിഖൂൻ, നിങ്ങളുടെ മുൻഗാമികൾ. ഏത് നൂറ്റാണ്ടിലെ മുൻഗാമികൾ? 1300, 1200, 1100, 900, 800, 700, 600, 500, 400, 300 അല്ല. വസ്സാബിഖൂൻ, മുൻഗാമികൾ. അവ്വലൂൻ, ആദ്യത്തെ മുൻഗാമികൾ. ഉറപ്പായിട്ട് നമുക്ക് വിശദീകരിച്ചു തരികയാണ് അല്ലാഹു തആല. നിങ്ങൾക്ക് വിജയം വേണോ? നിങ്ങൾക്ക് അല്ലാഹുവിന്റെ തൃപ്തി വേണോ? എന്നാൽ ഒരൊറ്റ മാർഗമേ ഉള്ളൂ. ഇത് മുഹമ്മദ് റസൂലുള്ളാഹിയാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മാർഗത്തെ നിങ്ങൾ പിൻപറ്റിയവരാകണമെങ്കിൽ നിങ്ങൾ ഒരു സംഘത്തിനെ പിൻപറ്റണം. കൃഷിക്കാരൻ, ഉദ്യോഗസ്ഥൻ, തൊഴിലാളി, കച്ചവടക്കാരൻ, ഭാര്യ ഉള്ളവൻ, ഭാര്യ ഇല്ലാത്തവൻ, ഉമ്മയുള്ളവൻ, സഹോദരി ഉള്ളവൻ, പെങ്ങളുള്ളവൻ, കുട്ടികളുള്ളവൻ, കുട്ടികളില്ലാത്തവൻ, ജയിലിൽ കിടക്കുന്നവൻ, കുറ്റവാളി, ജയിലിന്റെ സൂപ്രണ്ട്, പോലീസുകാരൻ, ഉമ്മത്തിലെ എന്തെല്ലാം തുറകളുണ്ടോ ഈ തുറകളെല്ലാം സഹാബാക്കളിൽ അല്ലാഹു സുബ്ഹാനഹു ഒരുമിച്ച് കൂട്ടി. എന്നിട്ട് പറഞ്ഞു വസ്സാബിഖൂൻ, നിങ്ങളുടെ മുൻഗാമികൾ. അൽ അവ്വലൂൻ, ആദ്യത്തെ മുൻഗാമികൾ. ഇത് പറഞ്ഞാൽ തന്നെ വ്യക്തമാണ്, പക്ഷെ ഒന്നും കൂടി അല്ലാഹു വ്യക്തമാക്കുകയാണ്. മിനൽ മുഹാജിരീൻ, മുഹാജിരീങ്ങൾ എന്നറിയപ്പെട്ടവർ, വൽ അൻസാർ, അൻസാറുകൾ എന്നറിയപ്പെട്ടവർ. ഇനിയിപ്പോ സംശയം എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? എത്രാമത്തെ നൂറ്റാണ്ടിലെ ആൾക്കാരെ പറ്റിയാണ് പറയപ്പെടുന്നത്? എത്രാമത്തെ നൂറ്റാണ്ട്? ആദ്യത്തെ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സഹപാഠികൾ, സഖാക്കൾ, സഹചാരികൾ, തങ്ങളുടെ കൂട്ടത്തിൽ രാവും പകലും കഴിച്ചു കൂട്ടിയവർ, തങ്ങളെ കണ്ടവർ, തങ്ങളിൽ നിന്നും നേരിട്ട് ദീന്റെ ഭക്ഷണത്തിൽ പഠിച്ചവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല പരിശുദ്ധ ഖുർആൻ ശരീഫിൽ പറയാണ്, നിങ്ങളുടെ മുൻഗാമികൾ, ആദ്യത്തെ മുൻഗാമികൾ മുഹാജിരീങ്ങൾ, അൻസാറുകൾ. വല്ലദീന തബഉഹും ബിഇഹ്സാൻ, അല്ലാഹുവിന്റെ തൃപ്തിയെ മാത്രം ലക്ഷ്യമാക്കിക്കൊണ്ട് ഇതിനെ പിൻപറ്റി ജീവിക്കുന്നവർ. ഇവർക്ക് എല്ലാവർക്കും കൂടി അല്ലാഹു തീരുമാനിച്ചിരിക്കുന്ന സർട്ടിഫിക്കറ്റ്, അള്ളാഹുന്റെ ഭാഗത്തു നിന്നുള്ള പേര്, അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള അംഗീകാര പത്രിക, അതിന്റെ പേരാണ് റളിയല്ലാഹു അൻഹും. ഇവരെ എല്ലാവരെ സംബന്ധിച്ചും അല്ലാഹു തആല തൃപ്തനാണ്. അല്ലാഹ് എന്നെ നിങ്ങളെ ആ കൂട്ടത്തിൽ ഉൾപ്പെടുത്തുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരന്മാരെ, അള്ളാഹുവിന്റെ കൽപ്പന, നബിയുടെ ചര്യ, സഹാബാക്കളുടെ മാതൃകയിലൂടെ. നമ്മളുടെ വിഷയം ഇതാണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു, അലി ഇബ്നു അബീ താലിബ് റളിയല്ലാഹു തആലയുടെ അടുക്കൽ ഒരു താബിഈയായ മനുഷ്യൻ വന്നിട്ട് ചോദിച്ചു, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നമസ്കരിച്ചിരുന്നത് എങ്ങനെയാണ്? എനിക്കൊന്ന് പഠിപ്പിച്ചു തരും. ഞാൻ നബി തങ്ങളെ കണ്ടിട്ടില്ല. നബി തങ്ങളുടെ കൽപ്പന അനുസരിച്ചിട്ടുണ്ട്. സല്ലു കമാ റഅയ്തുമൂനി ഉസല്ലി, എന്നെ നിങ്ങൾ നമസ്കരിക്കുന്ന ഏത് അവസ്ഥയിൽ കണ്ടോ ആ അവസ്ഥയിൽ നിങ്ങൾ നമസ്കരിക്കണം. ഞാൻ എങ്ങനെ നമസ്കരിക്കണം? നബി തങ്ങളുടെ നമസ്കാരം ഒന്ന് എനിക്ക് പഠിപ്പിച്ചു തരും. അലി റളിയല്ലാഹു തആല അടുത്ത് വന്ന് ചോദിച്ചു. അലി റളിയല്ലാഹു തആല പറഞ്ഞു, പള്ളിയുടെ മൂലയ്ക്കൊരു വയസ്സൻ, പള്ളിയുടെ മൂലയ്ക്കൊരു വൃദ്ധൻ നിന്ന് നമസ്കരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ നമസ്കാരത്തിൽ പോയി കണ്ടുപിടിച്ചോ, അദ്ദേഹത്തിന്റെ നമസ്കാരം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരം പോലെയാണ്. അദ്ദേഹം നമസ്കരിക്കുന്ന പോലെ നമസ്കരിച്ചോ, നമസ്കാരം നബി തങ്ങളുടെ പോലെയായി. ആ ആള് താബിഈയായ മനുഷ്യൻ അകത്തേക്ക് കയറിപ്പോയി. പള്ളിയുടെ മൂലയ്ക്ക് ഒരു വൃദ്ധൻ. ആരാണ് വൃദ്ധൻ? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല നിന്ന് നമസ്കരിക്കുന്നു. ഒരു നമസ്കാരത്തിൽ മാത്രമല്ല, സുഖത്തിൽ ദുഃഖത്തിൽ, സന്തോഷത്തിൽ വ്യസനത്തിൽ, കല്യാണത്തിൽ മരണത്തിൽ, കച്ചവടത്തിൽ കൃഷിയിൽ, ഉദ്യോഗത്തിൽ തൊഴിലിൽ, ഭാര്യാഭർത്തൃ ജീവിതത്തിൽ, മാതാവിനോടുള്ള പെരുമാറ്റത്തിൽ, പിതാവിനോടുള്ള പെരുമാറ്റത്തിൽ, മക്കളോടുള്ള പെരുമാറ്റത്തിൽ, സഹോദരനോടുള്ള പെരുമാറ്റത്തിൽ, സഹോദരിയോടുള്ള പെരുമാറ്റത്തിൽ, അയൽവാസി ബന്ധത്തിൽ, മുസ്ലിമീങ്ങളോടുള്ള കടമകൾ പൂർത്തിയാക്കുന്നതിൽ, ആ മുസ്ലിമീങ്ങളോടുള്ള കടമകൾ പൂർത്തിയാക്കുന്നതിൽ, ഇതിലെല്ലാത്തിലുമായി അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സഹാബാക്കളെ അല്ലാഹു തആല നമുക്ക് വേണ്ടി മാതൃകകളാക്കി തന്നു. അല്ലാഹ് എനിക്ക് നിങ്ങൾക്കും അവരെ പരിപൂർണമായി പിൻപറ്റി ജീവിക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. സഹാബാക്കളായ മഹാന്മാരുടെ ജീവിതത്തിൽ ചില പ്രത്യേകതകളുണ്ട്.
ചില പ്രത്യേകതകൾ. അതിൽ 2-3 മാത്രമാണ് ഇപ്പൊ പറയപ്പെടുന്നത്. വളരെ കുറഞ്ഞ സമയം കൊണ്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് ചെയ്യാം. അന്ന് എനിക്ക് നിങ്ങൾക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഒരു പ്രത്യേകത സഹാബാക്കളുടെ ജീവിതത്തിലെ ഒരു പ്രത്യേകത